ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് തുടങ്ങി ഇടയ്ക്ക് ക്വിറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കാം? ജർമ്മനിയിലേക്ക് വരാൻ എത്ര സ്വപ്നത്തോടെയാണ് പലരും ഹൗസ് ബിൽഡിംഗ് തുടങ്ങുന്നത്. മന്ത്സ് ഓഫ് പ്രിപ്പറേഷൻ, ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ്, ഡോക്യുമെൻറ്റ്സ്, ഇൻ്റർവ്യൂ, വിസ, അങ്ങനെ ഒടുവിൽ ജർമ്മനിയിലെത്തി ഹൗസ് ബിൽഡിംഗ് തുടങ്ങി. പക്ഷേ ഏതാനും ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഞാൻ വിചാരിച്ച പോലെ അത്ര എളുപ്പമൊന്നുമല്ല ഈ കാര്യം. വർക്ക് പ്രഷർ, ഡിഫറെൻറ്റ് ടൈമിങ്ങിനുള്ള ഡ്യൂട്ടികൾ, ക്ലാസ്സുകൾ, ലാംഗ്വേജ് പ്രോബ്ലംസ്, ഹോം സിക്നെസ്, എംപ്ലോയറുമായുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത പ്രൊഫഷൻ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അപ്പോൾ മനസ്സിൽ വരുന്ന വലിയൊരു ചോദ്യമാണ്, ഞാൻ ഹൗസ് ബിൽഡിംഗ് ക്വിറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? വെൽക്കം ടു സേഫ് ഹോം ജർമ്മനി. ഞാൻ ജർമ്മനി വിടേണ്ടി വരുമോ? വിസ ക്യാൻസൽ ആകുമോ? വീണ്ടും മറ്റൊരു ഹൗസ് ബിൽഡിംഗ് തുടങ്ങാൻ കഴിയുമോ? ഈ വീഡിയോയിൽ അതാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് നോക്കാൻ പോകുന്നത്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, ഹൗസ് ബിൽഡിംഗ് ഒരു സാധാരണ ജോലി മാത്രമല്ല, ഇതൊരു സ്ട്രക്ചേർഡ് വൊക്കേഷണൽ ട്രെയിനിങ് റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് പെട്ടെന്ന് ജോലിക്ക് പോകുന്ന നിർത്തിയാൽ മാത്രം കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. നിങ്ങളുടെ കോൺട്രാക്റ്റ്, നിങ്ങളുടെ ഹൗസ് ബിൽഡിംഗ് ടൈപ്പ്, നിങ്ങളുടെ റെസിഡൻസ് പെർമിറ്റ്, കൂടാതെ നിങ്ങളുടെ ഇൻഡിവിജ്വൽ സിറ്റുവേഷൻ എന്നിവയെല്ലാം പ്രധാനമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തു നിന്ന് തന്നെ തുടങ്ങാം. പ്രോബസൈറ്റ് സമയത്ത് ക്വിറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ജർമ്മനിയിലെ വൊക്കേഷൻ ട്രെയിനിങ് സാധാരണമായി ഒരു പ്രൊബേഷൻ പീരീഡ് അഥവാ പ്രോബസൈറ്റ് കൊണ്ട് തുടങ്ങും. ജർമ്മൻ നിയമപ്രകാരമുള്ള സാധാരണ ബറൂസ് ഹൗസ് ബിൽഡിംഗ് പ്രോബസൈറ്റ് കുറഞ്ഞത് 1 മാസം, പരമാവധി 4 to 6 മാസമായിരിക്കണം. ഈ സമയത്ത് ട്രെയിനിങ് റിലേഷൻഷിപ്പ് നോട്ടീസ് പീരീഡ് പാലിക്കാതെ അവസാനിപ്പിക്കാൻ സാധിക്കും. അതായത് പ്രോബസൈറ്റ് സമയത്ത് നിങ്ങൾക്ക് ഈ ഹൗസ് ബിൽഡിംഗ് നിങ്ങൾക്ക് സൂട്ടബിൾ അല്ലെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ എംപ്ലോയറിന് നിങ്ങളെ തുടരാൻ താല്പര്യമില്ലെങ്കിൽ, നിയമപരമായ ടെർമിനേഷൻ റൂൾസ് കൂടുതൽ ഫ്ലെക്സിബിൾ ആയിരിക്കും. ഈ ഒരു റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ ഞാൻ ഈ കഴിഞ്ഞ് വരുമ്പം നിങ്ങളോട് പറയാം. പക്ഷേ ഇവിടെ ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ട്. എനിക്ക് ക്വിറ്റ് ചെയ്യാം, അതുകൊണ്ട് ഞാൻ നാളെ മുതൽ പോകുന്നില്ല, ഇങ്ങനെ സിംപിളി ജോലി ഉപേക്ഷിക്കുന്നത് ശരിയായ ഒരു രീതിയല്ല. കോൺട്രാക്റ്റ് ഒഫീഷ്യലി എൻഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം ഹൗസ് ബിൽഡിംഗ് കോൺട്രാക്റ്റ്, റെസിഡൻസ് സ്റ്റാറ്റസ്, ഹെൽത്ത് ഇൻഷുറൻസ്, സ്കൂൾ അറ്റൻഡൻസ് ഇവയെല്ലാം തമ്മിൽ ബന്ധമുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിൽ പ്രത്യേക നിയമങ്ങൾ ബാധകമാണ്. അവിടെയും പ്രോബസൈറ്റ് സമയത്ത് നോട്ടീസ് പീരീഡ് ഇല്ലാതെ ടെർമിനേഷൻ സാധ്യമാണ്. പ്രോബസൈറ്റ് കഴിഞ്ഞാൽ ട്രെയിനിക്ക് സാധാരണമായി 4 ആഴ്ചയുടെ നോട്ടീസ് പീരീഡ് നൽകി ടെർമിനേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പ്രധാന കാരണമുണ്ടെങ്കിൽ നോട്ടീസ് ഇല്ലാതെ ടെർമിനേഷൻ സാധ്യമാണ്. ഇനി അടുത്തതായി, പ്രോബസൈറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചും കൂടെ സീരിയസ് ആകുന്നത്. സാധാരണ വൊക്കേഷൻ ട്രെയിനിങ്ങിൽ പ്രോബസൈറ്റ് കഴിഞ്ഞാൽ ട്രെയിനിക്ക് സിംപ്ലി നാളെ മുതൽ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു പോകാൻ കഴിയില്ല. ഒരു ഇമ്പോർട്ടൻറ്റ് റീസൺ ഉണ്ടെങ്കിൽ നോട്ടീസ് ഇല്ലാതെ ടെർമിനേഷൻ സാധ്യമായേക്കാം. അല്ലെങ്കിൽ ട്രെയിനി ഹൗസ് ബിൽഡിംഗ് ഉപേക്ഷിക്കുകയോ മറ്റൊരു പ്രൊഫഷനായി ട്രെയിനിങ് എടുക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ 4 ആഴ്ചയുടെ നോട്ടീസ് പീരീഡ് ബാധകമാണ്. ടെർമിനേഷൻ സാധാരണമായി റിട്ടൺ ഫോമിലായിരിക്കണം. ഇമെയിൽ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് കൊണ്ട് മാത്രം ഈ കാര്യങ്ങൾ നടക്കില്ല. ക്വിറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കോൺട്രാക്റ്റ് തുറന്ന് വായിക്കുക. നിങ്ങളുടെ നോട്ടീസ് പീരീഡ് എന്താണ്? നിങ്ങൾ ഏത് നിയമത്തിൻ്റെ കീഴിലുള്ള ഹൗസ് ബിൽഡിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്? നിങ്ങളുടെ പ്രൊഫഷന് പ്രത്യേക റൂൾസ് ഉണ്ടോ? ഇവയെല്ലാം കൃത്യമായി നോക്കി മനസ്സിലാക്കണം. കാരണം എല്ലാവർക്കും ഒരേ റൂളാണെന്ന് കരുതുന്നത് തെറ്റാണ്. ഇനി ഏറ്റവും വലിയൊരു ചോദ്യമാണ്, ഹൗസ് ബിൽഡിംഗ് ക്വിറ്റ് ചെയ്താൽ ജർമ്മനി വിടേണ്ടി വരുമോ? ഇവിടെ ഒരു സിമ്പിൾ യെസ് അല്ലെങ്കിൽ നോ ആൻസർ നൽകുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. നിങ്ങളുടെ റെസിഡൻസ് പെർമിറ്റ് ഏത് പർപ്പസിനാണ് നൽകിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ടത്. നിങ്ങളുടെ ഔഫൻഹാൾസർ ലോബനീസ് പ്രധാനമായും വൊക്കേഷണൽ ട്രെയിനിങ് പർപ്പസിനായി നൽകിയതാണെങ്കിൽ
ആ ട്രെയിനിങ് അവസാനിപ്പിച്ചാൽ നിങ്ങളുടെ ഇമിഗ്രേഷൻ സിറ്റുവേഷൻ മാറ്റം വരാനായിട്ട് സാധ്യതയുണ്ടാകും. അതുകൊണ്ട് ഹൗസ് ബിൽഡിംഗ് ക്വിറ്റ് ചെയ്താൽ ആദ്യം ഔസ്ലാൻഡർ ബെഹോഡയുമായിട്ട് ബന്ധപ്പെടണം. ഇനി പുതിയ ഹൗസ് ബിൽഡിംഗ് കിട്ടിയോ, മറ്റൊരു റെസിഡൻസ് പർപ്പസ് ഉണ്ടോ, ക്വാളിഫൈഡ് എംപ്ലോയ്മെൻറ്റ് ലഭിച്ചോ, മറ്റൊരു ലീഗലി പെർമിറ്റഡ് റെസിഡൻസ് ഓപ്ഷൻ ഉണ്ടോ, ഇതെല്ലാം നിങ്ങളുടെ ഇൻഡിവിജ്വൽ കേസ് അനുസരിച്ച് പരിശോധിക്കണം. ജർമ്മനിയുടെ ഒഫീഷ്യൽ ഗൈഡൻസിലും റെസിഡൻസ് പെർമിറ്റ്സ് മാറ്റം വരുമ്പോൾ ആവശ്യമായ പെർമിറ്റ് അമെൻമെൻറ്റ് അല്ലെങ്കിൽ ചേഞ്ച് സംബന്ധിച്ച് ബന്ധപ്പെട്ട ഔസ്ലാൻഡർ ബെഹോഡയുമായിട്ട് ബന്ധപ്പെടണമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ ഹൗസ് ബിൽഡിംഗ് ക്വിറ്റ് ചെയ്തു, പക്ഷേ വിസ എക്സ്പയറി വരെ ഞാൻ ഒന്നും ചെയ്യാതെ ഇരിക്കാം എന്ന സമീപനം അപകടകരമാണ്. കാരണം നിങ്ങളുടെ റെസിഡൻസ് സ്റ്റാറ്റസ് പർപ്പസ് ബേസ്ഡ് ആയിരിക്കാം. അതുകൊണ്ട് പ്രൊഫഷണൽ അഡ്വൈസ് എടുക്കുകയും റെസ്പോൺസിബിൾ അതോറിറ്റിയുമായി സംസാരിക്കുകയും ചെയ്യണം. ഇനി ഒരു സന്തോഷകരമായ കാര്യം, ഒരു ഹൗസ് ബിൽഡിംഗ് ക്വിറ്റ് ചെയ്തതുകൊണ്ട് ജർമ്മനിയിലെ നിങ്ങളുടെ എല്ലാ ഓപ്പർച്യൂണിറ്റിയും അവസാനിക്കുന്നില്ല. മറ്റൊരു ഹൗസ് ബിൽഡിംഗ് തുടങ്ങാൻ കഴിയുമോ? പല സാഹചര്യങ്ങളും പുതിയ ഹൗസ് ബിൽഡിംഗ് കണ്ടെത്തുന്നത് പോസിബിൾ ആയേക്കാം. ഉദാഹരണത്തിൽ നിങ്ങൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഹൗസ് ബിൽഡിംഗ് തുടങ്ങി, പക്ഷേ നിങ്ങൾക്ക് ഒട്ടും സൂട്ടബിൾ അല്ലെന്ന് മനസ്സിലായി. അപ്പോൾ മറ്റൊരു പ്രൊഫഷനിലേക്ക് മാറാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകാം, അല്ലെങ്കിൽ എംപ്ലോയർ തന്നെയാണ് പ്രശ്നം. പ്രൊഫഷൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷേ കമ്പനിയിലെ എൻവയോൺമെൻറ്റ് ശരിയല്ല. അപ്പോൾ മറ്റൊരു ഹൗസ് ബിൽഡിംഗ്സ് ബെറ്റർ കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. പക്ഷേ ഒരു വലിയ ഡിഫറൻസ് മനസ്സിലാക്കണം. ഓൾഡ് ഹൗസ് ബിൽഡിംഗ് വിട്ടു ന്യൂ ഹൗസ് ബിൽഡിംഗ് കണ്ടെത്തി. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം മതിയാകത്തില്ല. നിങ്ങളുടെ റെസിഡൻസ് പെർമിറ്റിന് ആവശ്യമായ മാറ്റമോ അപ്രൂവലോ വേണമോ എന്നത് റെസ്പോൺസിബിൾ ഇമിഗ്രേഷൻ അതോറിറ്റിയുമായിട്ട് ക്ലാരിഫൈ ചെയ്യണം. കാരണം കോൺട്രാക്റ്റ് മാറുന്നതും റെസിഡൻസ് പർപ്പസ് മാറുന്നതും രണ്ടും വേറിട്ട അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളായിരിക്കാം. അതുകൊണ്ട് ആദ്യം പുതിയ അവസരം കണ്ടെത്തുക, ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കുക. ന്യൂ കോൺട്രാക്റ്റ് ലഭിച്ചാൽ ആവശ്യമായ ഇമിഗ്രേഷൻ പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. എല്ലാം റിട്ടേൺ ആയിട്ട് കൺഫേം ചെയ്യുക. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, എംപ്ലോയർ മോശമാണെങ്കിൽ ക്വിറ്റ് ചെയ്യണോ? ഇവിടെ ഞാൻ വളരെ കെയർഫുള്ളായി പറയണം. ഒരു ബാഡ് ഡേ ഉണ്ടായി എന്ന് പറഞ്ഞ് ഹൗസ് ബിൽഡിങ്ങോ നിങ്ങളുടെ ജോലിയോ ക്വിറ്റ് ചെയ്യരുത്. ഒരു സൂപ്പർവൈസർ നിങ്ങളോട് ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ക്വിറ്റ് ചെയ്യരുത്. ജർമ്മൻ വർക്ക് പ്ലേസ് കൾച്ചർ നിങ്ങൾ പ്രതീക്ഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞ് ഉടനെ ക്വിറ്റ് ചെയ്യരുത്. കാരണം ആദ്യ മാസങ്ങളിൽ പല ഇൻ്റർനാഷണൽ ട്രെയിനികളും അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം ഉണ്ടാകാം. ആദ്യത്തെ 8 മാസം, റിമെമ്പർ, ഫസ്റ്റ് 8 months, ലാംഗ്വേജ്, കൾച്ചർ, വർക്ക് പ്രഷർ, ഡോക്യുമെൻറ്റേഷൻ, ജർമ്മൻ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഇവയെല്ലാം പുതിയതായിട്ട് തോന്നും. അതുകൊണ്ട് ആദ്യം ചോദിക്കേണ്ടത് എനിക്ക് ഈ പ്രൊഫഷൻ ഇഷ്ടമില്ലേ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം മാത്രമാണോ എന്നതാണ്. ഇവ രണ്ടും ഒരുപോലെയല്ല. ഒരു ഹരാസ്മെൻറ്റ്, ഗുരുതരമായ കോൺട്രാക്ച്വൽ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ജെന്യൂൻലി അൺഅക്സെപ്റ്റബിൾ വർക്കിംഗ് കണ്ടീഷൻസ് പോലെയുള്ള സീരിയസ് ഇഷ്യൂസ് ഉണ്ടാകാം. അത് ഇഗ്നോർ ചെയ്യരുത്. നിങ്ങളുടെ ബെറൂഷൂളെ, റെസ്പോൺസിബിൾ ട്രെയിനിങ് അതോറിറ്റി, വർക്ക്സ് കൗൺസിൽ ഉണ്ടെങ്കിൽ അതുമായി, അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് അഡ്വൈസറി സർവീസുമായിട്ട് സംസാരിക്കണം. സിറ്റുവേഷൻ മനസ്സിലാകാതെ ഇമോഷണൽ ഡിസിഷൻസ് എടുക്കരുത്. ക്വിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട 5 കാര്യങ്ങളുണ്ട്. 1, നിങ്ങൾ കോൺട്രാക്റ്റ് വായിക്കുക. സ്റ്റാർട്ട് ഡേറ്റ് മാത്രം നോക്കരുത്. പ്രോബസ് സൈറ്റ്, ടെർമിനേഷൻ, നോട്ടീസ് പീരീഡ്, ട്രെയിനിങ് പ്രൊവൈഡർ ഇവയെല്ലാം മനസ്സിലാക്കുക. ജർമ്മൻ വൊക്കേഷൻ ട്രെയിനിങ് കോൺട്രാക്റ്റിൽ ടെർമിനേഷൻ കണ്ടീഷൻസ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. 2, എംപ്ലോയറുമായിട്ട് സംസാരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് എംപ്ലോയറിന് പോലും അറിയത്തുണ്ടാവത്തില്ല. ലാംഗ്വേജ് സപ്പോർട്ട് വേണമോ, ഡിപ്പാർട്ട്മെൻറ്റ് ചേഞ്ച് സാധ്യമാണോ, ഒരു സൊല്യൂഷൻ ഉണ്ടോ, ആദ്യം സംസാരിച്ച് നോക്കുക. 3, പുതിയ ഓപ്ഷൻ അന്വേഷിക്കുക. ക്വിറ്റ് ചെയ്യുന്നതിന് മുമ്പ് പുതിയ ഹൗസ് ബിൽഡിംഗ്, പുതിയ എംപ്ലോയർ, അല്ലെങ്കിൽ ലീഗലി വയബിൾ ആൾട്ടർനേറ്റീവ് ഉണ്ടോ എന്ന് അന്വേഷിക്കുക. പ്ലാൻ ഇല്ലാതെ കോൺട്രാക്റ്റ് അവസാനിപ്പിക്കുന്നത് അൺനെസസറി റിസ്ക് ഉണ്ടാക്കും. 4, ഔസ്ലാൻഡർ ബെഹോഡയോട് നിങ്ങളുടെ റെസിഡൻസ് സ്റ്റാറ്റസ് സംബന്ധിച്ച് വ്യക്തത നേടുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏജൻസി പറഞ്ഞതെന്നോ ഫ്രണ്ട് പറഞ്ഞതോ മാത്രം വിശ്വസിക്കരുത്. നിങ്ങളുടെ സ്വന്തം റെസിഡൻസ് പെർമിറ്റ് നൽകാനുള്ള അതോറിറ്റിയാണ് നിങ്ങളുടെ സ്പെസിഫിക് കേസിൽ പ്രധാനപ്പെട്ടത്. 5, എല്ലാ കാര്യങ്ങളും റിട്ടേൺ ആയിട്ട് സൂക്ഷിക്കുക. കോൺട്രാക്റ്റ്, ടെർമിനേഷൻ ലെറ്റർ, എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ എംപ്ലോയർ കമ്മ്യൂണിക്കേഷൻ, ന്യൂ കോൺട്രാക്റ്റ്, ഒഫീഷ്യൽ ഇമെയിൽസ് എല്ലാം സൂക്ഷിക്കുക. കാരണം പിന്നീട് ഡോക്യുമെൻറ്റേഷൻ ആവശ്യമായിട്ട് ഇത് വന്നേക്കാം.
ഇനി മറ്റൊരു വലിയ മിസ്കോൺസെപ്ഷനാണ് ഹൗസ് ബിൽഡിംഗ് ക്വിറ്റ് ചെയ്ത ബ്ലാക്ക് ലിസ്റ്റിൽ ഉണ്ടാകുമോ എന്നുള്ളത്. ഒരു ഹൗസ് ബിൽഡും ലീഗലി ടെർമിനേറ്റ് ചെയ്തതുകൊണ്ട് മാത്രം ജർമ്മനി മുഴുവൻ നിങ്ങളെ പെർമനൻ്റ്ലി റിജക്റ്റ് ചെയ്യുമെന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് ക്വിറ്റ് ചെയ്തു എന്നതും അതിനുശേഷം നിങ്ങൾ എന്തു ചെയ്തു എന്നതും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ അടുത്ത എംപ്ലോയറിനോട് ഇൻ്റർവ്യൂവിൽ സംസാരിക്കുമ്പോൾ ചോദ്യം വരാം, വൈ ഡിഡ് യു ലീവ് യുവർ പ്രീവിയസ് ഹൗസ് ബിൽഡിംഗ്? അപ്പോൾ പ്രീവിയസ് എംപ്ലോയറിനെ മോശമായി പറയാൻ തുടങ്ങരുത്. കാമായി, പ്രൊഫഷണലായി, ഹോണസ്റ്റായി പറയുക. ഉദാഹരണത്തിന്, ഐ റിയലൈസ്ഡ് ദാറ്റ് ദിസ് പ്രൊഫഷൻ വാസ് നോട്ട് ദ റൈറ്റ് ലോങ് ടേം ഫിറ്റ് ഫോർ മീ ആൻഡ് ഐ ഡിസൈഡഡ് ടു മൂവ് ടുവേർഡ്സ് എ ഫീൽഡ് ദാറ്റ് മാച്ചസ് മൈ ഇൻട്രസ്റ്റ് ആൻഡ് മൈ സ്ട്രെങ്ത് ബെറ്റർ. അല്ലെങ്കിൽ ഐ ഫേസ്ഡ് ചലഞ്ചസ് ബട്ട് ഐ ലേൺ ഫ്രം ദ എക്സ്പീരിയൻസ് ആൻഡ് പ്രിപ്പയർഡ് മോർ കെയർഫുള്ളി ഫോർ മൈ നെക്സ്റ്റ് ട്രെയിനിങ്. ഇതാണ് മച്യൂർഡ് ആൻസർ. ഓർമ്മിക്കുക, ഒരു ഫെയിലിയർ നിങ്ങളുടെ പ്രൊഫൈലിനെ നശിപ്പിക്കത്തില്ല. പക്ഷേ ഫെയിലിയറിനെ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ എംപ്ലോയർ നോക്കേണ്ട സാധ്യതയുള്ളത്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ്, ഇമോഷണലായി ക്വിറ്റ് ചെയ്യരുത്. ജർമ്മനിയിലെത്തിയ ആദ്യ മാസങ്ങളിൽ ചിലപ്പോൾ വളരെ ഡിഫിക്കൽട്ടായിരിക്കാം. കേരളത്തിലെ ഫാമിലി, കൂട്ടുകുടുംബമായിട്ട് ജീവിച്ചവർ, ഫ്രണ്ടുകൾ, ഫുഡ്സ്, ലാംഗ്വേജ്, വർക്ക് കൾച്ചർ ഇവയെല്ലാം പെട്ടെന്ന് മാറും. ഒരു ദിവസം നിങ്ങൾ ചിന്തിക്കും എനിക്കിവിടെ തുടരാൻ കഴിയില്ല. പക്ഷേ ഒരു ദിവസം കൊണ്ട് ജീവിതത്തിൽ വലിയ തീരുമാനം എടുക്കരുത്. നിങ്ങൾക്ക് ജെന്യുവൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചോദിക്കാം. പക്ഷേ ടെമ്പററി സ്ട്രെസ് ആണെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. ഒരു വീക്ക് കൂടി ശ്രമിക്കുക. ജർമ്മൻ ഇമ്പ്രൂവ് ചെയ്യുക. ഒരു മെൻറ്ററിനോട് സംസാരിക്കുക. ഈ ജർമ്മൻസ് പെട്ടെന്ന് നമ്മളുമായിട്ട് മിങ്കിൾ ചെയ്യണമെന്നില്ല. അവർ നമ്മളെ ഒബ്സർവ് ചെയ്യും. നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അത് തന്നെ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുക. സ്ലോലിയാണ് അവർ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. വൺസ് ദേ ട്രസ്റ്റ് യു, ദേ ട്രസ്റ്റ് യു. കീപ് ദാറ്റ് ട്രസ്റ്റ് ഫോർ യുവർ ലൈഫ്. അതേപോലെ തന്നെ മറുവശത്ത് നിങ്ങൾക്ക് ഈ പ്രൊഫഷൻ ഇഷ്ടമില്ലെങ്കിൽ യു ഹാവ് ടു ചേഞ്ച്. ഇഷ്ടപ്പെടാത്തൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഫിസിക്കലി, മെൻ്റലി സപ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ അതുകൊണ്ട് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ നിങ്ങൾ ലീവ് ചെയ്യുക. വരുന്നത് എന്താണോ അത് ഫേസ് ചെയ്യുക. അപ്പോൾ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ അവിടെയുമില്ല ഇവിടെയുമില്ല, രണ്ടും നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആദ്യം അണ്ടർസ്റ്റാൻഡ്, ദെൻ പ്രിപ്പയർ, ദെൻ ഡിസൈഡ്. കാരണം ജർമ്മനിയിലേക്ക് എത്തുക എന്നത് മാത്രമല്ല നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾക്ക് ശരിയായ കരിയർ കണ്ടെത്തുക എന്നതാണ് യഥാർത്ഥ ലക്ഷ്യം. നിങ്ങൾ ആദ്യമായിട്ടാണ് സേഫ് ഹോം ജർമ്മനി കാണുന്നതെങ്കിൽ പ്ലീസ് ടു ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ഹു ആർ കണക്റ്റഡ് ആൻഡ് റിലേറ്റഡ് ടു ജർമ്മനി. ആൻഡ് ആരെങ്കിലും ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഡോയ്ച്ച് മിറ്റ് സജിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമുണ്ട്. അതേപോലെ തന്നെ ജർമ്മനി റിലേറ്റഡ് ആയ കരിയർ അസിസ്റ്റൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോൺടാക്ട് ഡീറ്റെയിൽസ് നമുക്ക് ബയോയിൽ നോക്കിയാൽ കിട്ടും, ഡിസ്ക്രിപ്ഷനിലും കിട്ടും. So take care and God bless you. See you tomorrow with another next video.